കഴിഞ്ഞ 25 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈത്തിരിയെ സംബന്ധിച്ച് വികസനത്തിനകത്തും വൈത്തിരിയുടെ ഒട്ടേറെ പ്രാദേശിക പ്രശ്നങ്ങളിലും വേണ്ടത്ര പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ 25 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് ഗൗരവമായി കാണുകയാണ്. വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ കേരളത്തിൽ തുടർഭരണം ലഭിക്കാൻ വേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുന്നത് പോലെ തന്നെ വൈത്തിരി ഗ്രാമപഞ്ചായത്തും തുടർ ഭരണത്തിന് വേണ്ടി പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പേ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഈ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗകര്യമൊരുക്കിയ ലക്കിടി സ്കൂളിലെ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പുറപ്പെട്ടപ്പോ ആ യാത്ര പുറപ്പെടുന്ന ഭിന്നശേഷി കുട്ടികൾക്കും ആ രക്ഷിതാക്കൾക്കും പഞ്ചായത്ത് ഓൺ ഫണ്ടിൽ നിന്നും പണം എടുത്തു കൊടുക്കണമെന്ന് ഭരണസമിതി അംഗമെന്ന നിലയ്ക്ക് പ്രതിപക്ഷത്തെ 4 അംഗങ്ങളും ആവശ്യപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഒരു ഫണ്ട് നൽകാൻ കഴിയില്ല എന്നാണ്. കേരളത്തിന്റെയും മറ്റൊട്ടേറെ പഞ്ചായത്തുകളിലും ഭിന്നശേഷി സൗഹൃദമായി ഒട്ടേറെ പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തായാലും നമ്മുടെ കൽപ്പറ്റ ജില്ലാ പഞ്ചായത്തുകളൊക്കെ പദ്ധതി വെച്ചെങ്കിലും ഭിന്നശേഷിയുള്ള പഞ്ചായത്തിൽ ഒരു തരത്തിലും വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ വൈത്തിരിയിലെ വികസനങ്ങൾ ഒട്ടേറെ ബാക്കി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി വൈത്തിരിയിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ രീതിയിൽ വീട് നൽകാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. വൈത്തിരിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു ലിസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ആ എഴുതി തയ്യാറാക്കിയ ലിസ്റ്റിൽ താമസിക്കുന്നവർക്ക് ഇന്നും ഭവനമില്ല. വൈത്തിരിയിലെ 15 വാർഡുകളിലും ഇന്നും പ്ലാസ്റ്റിക് ഷെഡിൽ താമസിക്കുന്ന 100 കണക്കിന് പാവങ്ങളെ ദൈനംദിനം അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു ഈ വൈത്തിരി പഞ്ചായത്തിൽ മുഴുവൻ ജനങ്ങൾക്കും വീട് നൽകിയെന്ന പോലെയായ വാഗ്ദാനമാണ് നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ജില്ലയെ അതിർത്തി പങ്കിടുന്ന ലക്കിടി മുതൽ കൽപ്പറ്റ വരെയുള്ള പ്രദേശത്ത് റോഡിന്റെ ഇരുഭാഗത്തും മാലിന്യ കൂമ്പാരങ്ങൾ കൂടുകയാണ്. അവിടെ പറയുന്നു പഞ്ചായത്ത് ഏറ്റവും നല്ല മാലിന്യ സംസ്കരണ പഞ്ചായത്താണെന്ന് പറഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ സ്വാധീനിച്ച് ഏറ്റവും നല്ല മാലിന്യ സംസ്കരണത്തിന് അവാർഡ് വാങ്ങിയതായി പറയുമ്പോ ഇന്നും നാറിയ വൈത്തിരിയായി ഈ വൈത്തിരിയെ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയിലും എത്തുന്ന ടൂറിസ്റ്റുകൾ പറയുകയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ അകത്ത് 15 വർഷങ്ങൾക്ക് മുമ്പേ 3.5 ഏക്കർ ഭൂമി ഈ പഞ്ചായത്ത് വാങ്ങിയിട്ട് ആ ഭൂമി ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുന്നു എന്നല്ലാതെ ആ ഭൂമിയിലേക്ക് കയറാൻ പോലും വഴിയില്ല എന്ന് പറയുന്ന വിചിത്രമായ വാദമാണ് 25 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് ഈ ജനങ്ങളോട് പറയാനുള്ളത്. ഇന്നും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിക്കൂട്ടിയ സ്ഥലം മറ്റ് റിസോർട്ടുകൾ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പോലും അതിനെ മറികടന്ന് ഒരു തീരുമാനമെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ കേരളത്തിലും ഇന്ത്യക്കകത്തും പല മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളെ മാതൃകയാക്കി പദ്ധതി കൊണ്ടുവരാൻ CPM-ന്റെ തിട്ടൂരത്തിന് കാത്തു നിൽക്കുന്ന ഒരു ഭരണസമിതിയായി കഴിഞ്ഞ 25 വർഷം മാറിയിരിക്കുകയാണ്. ഞാനും ഈ പ്രദേശത്തെ ആൾക്കാരൊക്കെ ചെറുപ്പത്തിൽ വളർന്ന് പഠിച്ചു വരുമ്പോ ഈ റോഡ് സൈഡിലൊക്കെ പൊതു കുടിവെള്ള പദ്ധതികളുടെ ഭാഗമായി വിതരണം ഉണ്ടായിരുന്നു, കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. വൈത്തിരി പഞ്ചായത്തിൽ CPM-ന്റെ ഭൂരിപക്ഷം തീരുമാനമനുസരിച്ച് ആ പൊതു ടാപ്പുകൾ പരിപൂർണമായി എടുത്തു കളഞ്ഞ ഒരു പഞ്ചായത്താണ് കുടിവെള്ളം നിഷേധിക്കുന്ന പഞ്ചായത്തായി മാറുകയാണ്. ഈ നാട്ടിലെ യുവത്വത്തെ സംരക്ഷിക്കാൻ ശാസ്ത്രീയമായ ഒരു പദ്ധതിയുമില്ല. ഈ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് വൈത്തിരി പൊതു ഗ്രൗണ്ടിൽ ഒരു യുവാക്കൾക്ക് വേണ്ടി ഒരു പദ്ധതി നിർമ്മിച്ചു. ആ പദ്ധതിക്കകത്ത് ശക്തമായ രീതിയിൽ ഇടപെട്ടതിന്റെ ഭാഗമായി അഴിമതികൾ മാത്രമായിരുന്നു. നമ്മൾ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ നാട്ടിലെ ഏത് മനുഷ്യൻ മരിച്ചാലും അവനെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പൊതു ശ്മശാനമുണ്ട്. ആ പൊതു ശ്മശാനത്തിന്റെ ചുമരിൽ നോക്കിയാൽ കാണും 4 ലക്ഷം രൂപയ്ക്ക് പൊതു ശ്മശാനത്തിന്റെ അകത്ത്
തൈകൾ വെച്ച് പിടിപ്പിച്ചു എന്ന് പറയുമ്പോ ആ പൊതു ശ്മശാനത്തിനകത്ത് എത്തുന്ന ശവശരീരം 5 മണിക്ക് ശേഷം നിൽക്കാൻ പോലും കഴിയാതെ വെളിച്ചമില്ലാതെ ഏറെ പ്രയാസപ്പെടുന്ന വൈത്തിരിക്കാരുടെ ശ്മശാനത്തിൽ പോലും വെളിച്ചം നൽകാൻ 25 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന ഒരു ഗതികെട്ട ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ഭരണ സംവിധാനമാണ് ഈ നാടിനെ മുച്ചോട് മുടിപ്പിക്കുന്ന എല്ലാ അർത്ഥത്തിലും പാവപ്പെട്ടവരെ പിന്നോട്ട് വലിക്കുന്ന ഈ ഭരണത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി UDF അതിശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണത്തിന്റെ ദുർഭരണത്തിനെതിരെ കൃത്യമായ വാഗ്ദാനങ്ങൾക്ക് മുന്നേ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വൈത്തിരി ജനങ്ങളുടെ വോട്ട് വാങ്ങി UDF അധികാരത്തിൽ വരുമ്പോ ഈ വൈത്തിരിയുടെ ജനനന്മക്കായി ഒട്ടേറെ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഭരണപക്ഷത്തിനോട് അതിശക്തമായ ജനാധിപത്യ വ്യവസ്ഥയുള്ള പോരാട്ടത്തിന് UDF തയ്യാറാവുകയാണ്. അതിന്റെ ഭാഗമായി UDFന്റെ മുന്നണി പോരാളികളായ സ്ഥാനാർത്ഥികൾക്കൊക്കെ അവരുടെ പ്രദേശങ്ങളിൽ ഈ നാടിനെ രക്ഷിക്കാൻ, ഈ നാടിനോടുള്ള കടപ്പാട് നിറവേറ്റാൻ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്.